മണി മുഴങ്ങുന്നു, തിരി തെളിയുന്നു, ദിവ്യ പൂജയണയ്ക്കുവാൻ വന്നു ചേർന്നിടാ. മനസ്സു മുഴുവനും ഈ സന്നിധി നൽകാ. പൂർണ്ണമായി പങ്കുചേരാം ഈ ബലിയിൽ. ദൈവം നൽകിയതാം നന്മകളോർക്കാം. നന്ദിയൊടി സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ചെയ്ത പിഴവുകളോർത്തോർത്തു ഹൃദയത്തിൽ മാപ്പിരന്നു ബലിയർപ്പിച്ചിടാനൊരുങ്ങാം. ചെയ്ത പിഴവുകളോർത്തോർത്തു ഹൃദയത്തിൽ മാപ്പിരന്നു ബലിയർപ്പിച്ചിടാനൊരുങ്ങാം. മണി മുഴങ്ങുന്നു, തിരി തെളിയുന്നു, ദിവ്യ പൂജയണയ്ക്കുവാൻ വന്നു ചേർന്നിടാ. മനസ്സു മുഴുവനും ഈ സന്നിധി നൽകാ. പൂർണ്ണമായി പങ്കുചേരാം ഈ ബലിയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞത് വിശുദ്ധ റീത്തായുടെ തിരുനാളാണ് തിരുസഭ മാതാവിനോടൊപ്പം ചേർന്ന് നാം ആഘോഷിക്കുന്നത്. കർഷക മാതാപിതാക്കളിൽ നിന്ന് വാർദ്ധക്യത്തിൽ ജനിച്ച പുത്രിയാണ് റീറ്റ. ഇവളുടെ ജ്ഞാനസ്നാന പേര് മാർഗരീത്ത എന്നായിരുന്നു. ഇവൾ ഒരു അഗസ്തീനോസ് മഠത്തിൽ ചേരുവാൻ ആഗ്രഹിച്ചു. പക്ഷേ വാർദ്ധക്യത്തിലായിരുന്ന അവരുടെ മാതാപിതാക്കൾ ഫെർഡിനാൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി വിവാഹബന്ധം ഉറപ്പിക്കുകയുണ്ടായി. മാതാപിതാക്കളുടെ സമ്മതത്തിന് വഴങ്ങി അവൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷേ എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. ഫെർഡിനാൻഡ് വളരെ മുൻകോപിയും അതോടൊപ്പം തന്നെ മദ്യവും വളരെ ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥന ഈ മനുഷ്യൻ ഒരു മാനസാന്തരമുള്ള വ്യക്തിയായി മാറുക എന്നതായിരുന്നു. അവരുടെ ദാമ്പത്യത്തിൽ 2 ആൺകുഞ്ഞുങ്ങൾ പിറന്നു. ഈ 2 മക്കളെയും എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കുകൊള്ളിക്കുവാൻ അവൾ വളരെയധികം പരിശ്രമിച്ചു. നീണ്ട വർഷങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം ഫെർഡിനാൻഡ് മാനസാന്തരപ്പെട്ടു. പക്ഷേ അധികം വൈകാതെ തന്നെ വനത്തിൽ വച്ച് ശത്രുക്കളാൽ അവൻ വധിക്കപ്പെടുന്നു. ഇതറിഞ്ഞ മക്കൾ വളരെ വിഷമത്തിലായി. ഘാതകരോട് ഈ അമ്മ ക്ഷമിച്ചു എങ്കിലും മക്കൾക്ക് അത് ക്ഷമിക്കുവാൻ കഴിഞ്ഞില്ല. അവർ ഈ ഘാതകരെ വകവരുത്തുവാനായി ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ ഈ അമ്മയുടെ പ്രാർത്ഥന ഈ മക്കൾ ഒരിക്കലും ഒരു കൊലപാതകികളായി മാറരുതേ എന്നായിരുന്നു. കൊലപാതകം ചെയ്യുന്നതിനേക്കാൾ അവരുടെ ജീവൻ എടുത്തു കളയണമേ എന്ന് ഈ അമ്മ പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥന ദൈവം കേട്ടു. രോഗബാധിതനായി
ഈ മക്കൾ കിടക്കുന്നു, ഘാതകനോട് ക്ഷമിക്കുന്നു. ക്ഷമിച്ചതിന് ശേഷം കർത്താവ് ഈ മക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇവൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന മഠത്തിൽ പ്രവേശിക്കുക എന്നത് വീണ്ടും അവൾ പരിശ്രമിച്ചു. അവൾ വീണ്ടും മഠാധിപന്മാരെ കണ്ട് തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ 3 പ്രാവശ്യവും നിരസിച്ചു. അവസാനം ഇവളുടെ നിർബന്ധം കാരണം മഠാധിപന്മാർ ഇവളെ അഗസ്തീനോസ് സഭയിൽ ചേർക്കുകയും അവിടെ ജീവിതകാലം മുഴുവൻ കഴിഞ്ഞുകൂടുകയും ചെയ്തു. ഒരിക്കൽ ഈ മഠത്തിലായിരിക്കുമ്പോൾ അവൾക്കൊരു ദർശനമുണ്ടായി. കർത്താവിൻ്റെ ശിരസിലെ മുൾ കിരീടത്തിൽ നിന്ന് ഒരു മുള്ള് തൻ്റെ നെറ്റിത്തടത്തിലേക്ക് തറച്ചു. അന്നു മുതൽ അവളുടെ നെറ്റിത്തടത്തിൽ ഒരു മുള്ള് തുളച്ചു കയറിയതിൻ്റെ ഒരു വ്രണം രൂപപ്പെട്ടു. അത് അവളുടെ ജീവിതാവസാനം വരെ ഈ മുള്ള് അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സ്പെയിനിലെ ജനങ്ങൾ ഇന്നും വിശുദ്ധ റീത്തായി അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയായിട്ടാണ് കണക്കാക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കുടുംബനാഥയുടെ ജീവിതമാണ് നാം ശ്രവിച്ചത്. ഇതുപോലെ ഓരോ കുടുംബനാഥയും അല്ലെങ്കിൽ ഓരോ സ്ത്രീയും പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളം വലുതാണെന്ന് വിശുദ്ധ റീറ്റായുടെ ജീവിതം നമ്മുടെ മുന്നിൽ നൽകുകയാണ്. ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ അമ്മമാരെയും നമ്മുടെ സഹോദരിമാരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവരെ ശക്തരാക്കണമേ എന്ന്, വിശുദ്ധ റീറ്റായുടെ മാധ്യസ്ഥം അവരോടൊപ്പം എപ്പോഴും ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കരുതി പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവെ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവെ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പെസഹ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങൾ അങ്ങേ ഔദാര്യത്താൽ ഞങ്ങളുടെ സൽപ്രവർത്തികളിലൂടെയും ജീവിതത്തിലൂടെയും അതിൻ്റെ ഫലങ്ങൾ മുറുകെ പിടിക്കുവാൻ അനുഗ്രഹിക്കുവാൻ ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു. അങ്ങേ പുത്രന് ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ഒന്നാം വായന. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്ന്. പൗലോസ് റോമാപട്ടണത്തിൽ താമസിച്ച് ദൈവരാജ്യം പ്രസംഗിച്ചു. റോമാപട്ടണത്തിൽ പ്രവേശിച്ചപ്പോൾ ഒരു പടയാളിയുടെ കാവലോടെ ഇഷ്ടമുള്ളിടത്ത് താമസിക്കാൻ പൗലോസിന് അനുവാദം ലഭിച്ചു. 3 ദിവസം കഴിഞ്ഞ ശേഷം സ്ഥലത്തെ യഹൂദ നേതാക്കന്മാരെ അവൻ വിളിച്ചുകൂട്ടി. അവർ സമ്മേളിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു, സഹോദരരെ, ജനത്തിനോ നമ്മുടെ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ എതിരായി ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ജെറുസലേമിൽ വച്ചു തടവുകാരനായി റോമാക്കാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അവർ വിചാരണ ചെയ്തപ്പോൾ വധശിക്ഷ അർഹിക്കുന്നതൊന്നും എന്നിൽ കാണാത്തതുകൊണ്ട്
എന്നെ മോചിപ്പിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ യഹൂദർ എതിർത്തു. തന്മൂലം എൻ്റെ ജനങ്ങൾക്കെതിരായി എനിക്ക് ആരോപണവുമില്ലെങ്കിലും സീസറിന്റെ മുമ്പാകെ ഉപരിവിചാരണയ്ക്ക് അപേക്ഷിക്കാൻ ഞാൻ നിർബന്ധിതനായി. ഇക്കാരണത്താൽ തന്നെയാണ് നിങ്ങളെ കണ്ടു സംസാരിക്കാൻ ഞാൻ നിങ്ങളെ വിളിച്ചുകൂട്ടിയത്. എന്തെന്നാൽ ഇസ്രായേലിന്റെ പ്രത്യാശയെ പ്രതിയാണ് ഞാൻ ഈ ചങ്ങലകളാൽ ബന്ധിതനായിരിക്കുന്നത്. അവൻ സ്വന്തം ചെലവിൽ ഒരു വീട് വാടകയ്ക്ക് കൊടുത്ത് 2 വർഷം മുഴുവൻ അവിടെ താമസിച്ചു. തന്നെ സമീപിച്ച എല്ലാവരെയും അവൻ സ്വാഗതം ചെയ്തിരുന്നു. അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് നിർബോധം ധൈര്യപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്തു. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ്. അവിടുത്തെ കണ്ണുകൾ മനുഷ്യമക്കളെ കാണുന്നു. അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു. അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു. കർത്താവ് നീതിമാനാണ്. അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അരുളിച്ചെയ്തു, ഞാൻ അയക്കുന്ന സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 21, തിരുവചനങ്ങൾ 20 മുതൽ 25 വരെ. പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു. ഇവനാണ് അന്ത്യത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷസ്സിൽ ചാരിക്കിടന്നുകൊണ്ട്, കർത്താവെ, ആരാണ് നിന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത് എന്ന് ചോദിച്ചത്. അവനെ കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവെ, ഇവൻ്റെ കാര്യമെന്ത്? യേശു പറഞ്ഞു, ഞാൻ വരുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന ഒരു സംസാരം സഹോദരന്മാരുടെ ഇടയിൽ പരന്നു. എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത്. പ്രത്യുത, ഞാൻ വരുന്നത് വരെ അവൻ ജീവിച്ചിരിക്കണമെന്ന് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ്. ഈ ശിഷ്യൻ തന്നെയാണ് ഇക്കാര്യങ്ങൾ സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും. അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. കാഴ്ചവയ്ക്കുന്നിതാ ഞങ്ങളൊന്നായി നിൻ ദിവ്യദാനങ്ങൾ സ്വർഗതാതാ. ചിന്തകൾ, വാക്കുകൾ, കർമ്മങ്ങളും ഉള്ളിലുദിക്കും വിചാരങ്ങളും കാഴ്ചവയ്ക്കുന്നിതാ ഞങ്ങളൊന്നായി
നിൻ ദിവ്യദാനങ്ങൾ സ്വർഗദാതാ. അൾത്താരയിലേകയോഗമായി നിൻ ദിവ്യസൂനുവിൻ യാഗമായി ഞങ്ങളർപ്പിക്കുമി സ്നേഹാർച്ചന സംപ്രീതിയോടെ നീ സ്വീകരിക്കൂ. സംപ്രീതിയോടെ നീ സ്വീകരിക്കൂ. കാഴ്ചവയ്ക്കുന്നിതാ ഞങ്ങളൊന്നായി നിൻ ദിവ്യദാനങ്ങൾ സ്വർഗദാതാ. സഹോദരന്റെയും നിങ്ങളുടെയും സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധാത്മാവ് ആഗതനായി ദിവ്യരഹസ്യങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ഒരുക്കണമേ. എന്തെന്നാൽ സമസ്ത പാപങ്ങളുടെയും മോചനം അവിടുന്ന് തന്നെയാണല്ലോ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന് നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ വിശുദ്ധ റീറ്റായുടെ തിരുനാൾ ആഘോഷത്താൽ ആനന്ദിക്കുവാൻ അങ്ങയുടെ സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ പുണ്യജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചനപ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങയെ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേക്ക് സ്തുതിഗീതങ്ങൾ ആലപിച്ച് അവിരാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തും. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രന് ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യും. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു
ഈ തിരുമൽ കാഴ്ചകൾ അധ്യാത്മാവാൽ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു: എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു: എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൻ പാർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിഭൂഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണം. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ബാഹ്യമേറിയ രക്തസാക്ഷികളോടും ഈ ദിനത്തിൻ്റെ വിശുദ്ധയായ വിശുദ്ധ റീറ്റായോടും എല്ലാ വിശുദ്ധന്മാരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവേൽ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയെ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തു നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായും സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക്
പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമ്മുടെ നിയോഗങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം ഭൂഷിതമാകണമേ. അങ്ങേ രാജ്യം വരയണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഞങ്ങളിൽ കനിയണം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഞങ്ങളിൽ കനിയണം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആത്മാവിൻ കോവിൽ തുറന്നു, എൻ്റെ ആത്മാമണാള നീ വന്നു. അപ്പത്തിൻ രൂപത്തിൽ വന്നു നിനക്കൻ ആത്മാവിനെ ഞാൻ പകർന്നു. വാഴുക സ്നേഹസിംഹാസനത്തിൽ, ഏഴയാമെൻ്റെ ഉള്ളിലുള്ളിൽ പുണ്യപരിമളം വീശും ജപത്തിൽ പുഷ്പമൊരുക്കി ഞാൻ നിൽക്കാം. നിന്റെ കാൽക്കലിരുന്നു സ്തുതിക്കാം. ആത്മാവിൻ കോവിൽ തുറന്നു, എൻ്റെ ആത്മാമണാള നീ വന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കാരുണ്യപൂർവം ശ്രവിക്കണമേ. അങ്ങനെ പഴയതിൽ നിന്ന് പുതിയ രഹസ്യങ്ങളിലേക്ക് കൊണ്ടുവരപ്പെട്ടതുപോലെ
പഴയവ ഉപേക്ഷിച്ച് ശുദ്ധീകൃതമായ മാനസങ്ങളോടെ ഞങ്ങൾ നവീകൃതരായി ജീവിക്കുവാൻ ഇടവരുത്തുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. നന്മ നിറഞ്ഞ മാമരിയേ, നന്മ നിറഞ്ഞ മാമരിയേ, നിർമ്മലയായ കന്യകേ, മംഗളദായിനി സ്വർഗരാജ്ഞി, കൈകൂപ്പി വണങ്ങിടുന്നു, നിന്നാമം വാഴ്ത്തിടുന്നു. സ്വർഗീയ സൂനുവാമേശുവിന് ജന്മം നൽകിയ മഹിതേ, സ്വർഗീയ സൂനുവാമേശുവിന് ജന്മം നൽകിയ മഹിതേ, കൃപത്തൻ നിറവാമമ്മേ, അനുഗ്രഹമരുളേണമേ, അരുളേണമേ. നന്മ നിറഞ്ഞ മാമരിയേ, നിർമ്മലയായ കന്യകേ, മംഗളദായിനി സ്വർഗരാജ്ഞി, കൈകൂപ്പി വണങ്ങിടുന്നു, നിന്നാമം വാഴ്ത്തിടുന്നു.